മനസ്സിലെ ഓരോ കോശാണുവിലും നിറച്ചു വച്ചിരിക്കുന്ന ആ ഒരു സ്നേഹത്തോടു കൂടി, ആ ഒരു ആരാധനയോടുകൂടി, ladies and gentlemen, let us put a thunderous round of applause for the one and only, the complete actor, our very own ലാലേട്ടൻ. അവസാനമായിട്ട് ലാലേട്ടനെ കാണുമ്പോൾ ലാലേട്ടൻ സ്ക്രീനിലും ഞാനൊരു ചെയറിലുമായിരുന്നു. അന്നത് വളരെ എന്റർടൈനിങ് ആയിരുന്നു. പക്ഷെ ഇന്ന് എൻ്റെ കൈയും കാലും വരയ്ക്കുന്നുണ്ട്. പ്ലീസ് ജോയിൻ വിത്ത് us ലാലേട്ട. ഓഫ് ചെയ്ത് ഒന്നാണ് മലയാളികൾ ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്ത ഒരു സിനിമ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇപ്പോഴും അതിൻ്റെ സെലിബ്രേഷൻ നടക്കുമ്പോൾ എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, അതിന് പകരം വയ്ക്കാൻ പറ്റാതാകും. ചില അത്ഭുതങ്ങൾ സംഭവിക്കും. അങ്ങനെ സംഭവിച്ച സിനിമയിലെ ഒരു അത്ഭുതമാണ് കിരീടം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടെ അഭിനയിച്ച ആൾക്കാരെ പറ്റി പറയുന്നില്ല, കാര്യം അവരാരും നമ്മളെ വിട്ടു പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം എല്ലാ ദിവസവും അവരെ കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ അഭിനയിക്കുന്ന ആ ഫ്രെയിമിൽ അവരില്ല. അതിലാരും ഇപ്പം ജീവിച്ചിരിപ്പില്ലെന്ന് സങ്കടത്തോടെ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരെ മനസ്സിൽ ഓർക്കുന്നു എല്ലാവരെയും. ലോഹിയുടെ ഒരുപാട് സിനിമകൾ പിന്നെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോഴാണ് പല കാര്യങ്ങളും ഞാൻ ഓർക്കുന്നത്. തൂവാനത്തുമ്പികളുടെ സെറ്റിൽ എന്നും ഞാനും പാർവതിയായിട്ടൊക്കെ അഭിനയിക്കുന്ന സിനിമയാണ്. അവിടെയാണ് വന്ന് ഇതിൻ്റെ കഥ പറയുന്നു, അല്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാകും എന്ന് പറയുന്നതൊക്കെ ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞാൻ മറന്നുപോയി. എല്ലാവരുമായിട്ടും വളരെയധികം സ്നേഹബന്ധം അതിപ്പോഴും തുടരുന്നു. ഇങ്ങനൊരു സിനിമ നിർമ്മിക്കാൻ തയ്യാറാകുക എന്ന് പറയുന്നത് തന്നെ ഭാഗ്യമാണ്. അപ്പോൾ ഇങ്ങനൊരു സിനിമ ഞാൻ ഈ സമയം ഓർക്കുകയാണ്. ബിഗ് താങ്ക്സ് ടു NFDC. അതാണ് ഏറ്റവും വലിയ താങ്ക്സ് പറയേണ്ടത്. പലപ്പോഴും നമ്മുടെ സിനിമയുടെ ഒന്നും ഒരു റെസ്റ്റോറേഷനൊന്നും നമുക്കില്ല. ഒരുപാട് സിനിമകൾ നമ്മുടെ സിനിമകൾ നഷ്ടപ്പെട്ടു പോയി, അതിൻ്റെ പ്രിൻ്റുകളൊന്നുമില്ല. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു നന്മ കൊണ്ട് മാത്രമായിരിക്കാം. എനിക്ക് തോന്നുന്നത് നാഷണൽ അവാർഡൊക്കെ കിട്ടിയത് കൊണ്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് ആർക്കൈവ്സിലേക്ക് പോയതായിരിക്കും. എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ സിനിമയിൽ അടുത്ത വർഷം കഴിഞ്ഞാൽ 50 വർഷമായി. ആദ്യത്തെ സിനിമ കഴിഞ്ഞ പിന്നെ രണ്ടാമത് മഞ്ഞിൽ പിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലേക്ക് അതിൻ്റെ അവസാന ദിവസമാണ് ഞാൻ പോകുന്നത്. പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അങ്ങനെ അവിടെ ചെന്ന് എന്നോട് അഭിനയിക്കാൻ പറഞ്ഞു. ഒരു സീൻ തന്നിട്ട് അഭിനയിക്കാൻ പറഞ്ഞു. അന്ന് അതിലെ ഡയറക്ടർ ഫാസിലുണ്ട്, പിന്നെ ജിജോയുണ്ട്, സിബി മലയിലുണ്ട്, വേറെ കുറച്ച് ആൾക്കാരുണ്ട്.